ഉറ്റുനോക്കേണ്ടത് ഏത് രീതിയിലാണ് ഓരോ ഘടകങ്ങൾ എന്നുള്ളതിൽ നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് തന്നെ ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം തന്നെ. എല്ലാ സമയത്തും പ്രതിപക്ഷ പാർട്ടികളെ അവഗണിച്ച് ഇല്ലാതാക്കുക എന്നുള്ള ഒരു നയം സ്വീകരിച്ച് BJP. പക്ഷേ കഴിഞ്ഞ വർഷം മുഴുവൻ കണ്ടതാണ് അങ്ങനെ ആയിരുന്നില്ല. പകരം ആക്രമിച്ച് ഇല്ലാതാക്കാനുള്ള ഒരു നീക്കമാണ് നടത്തിയത് മുഴുവൻ ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് തന്നെ അത് മുന്നണിയുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുകയാണ് എന്നുള്ളൊരു അവകാശവാദം മുന്നണിയുടെ ഭാഗത്തുനിന്നുണ്ടാവുകയും ചെയ്തു. ആ ഒരു പ്രധാന ഹൈലൈറ്റ് വെച്ച് തുടങ്ങണോ നമുക്ക് ഇന്ത്യ മുന്നണിയുടെ പ്രാധാന്യം ഏതായിരിക്കുമെന്ന് ഊഹിക്കാൻ? അപർണ, നമ്മൾ തന്നെ ആദ്യം ഈ വിഷയം ഇന്ത്യ മുന്നണി എന്നുള്ളത് തന്നെയാണ് ഈ 2023 പ്രധാനപ്പെട്ട രാഷ്ട്രീയ സംഭവങ്ങളിൽ 2024 തെരഞ്ഞെടുപ്പിനെ 3 മാസം കഷ്ടിച്ച് നടക്കേണ്ട തെരഞ്ഞെടുപ്പിലെ ബാധിക്കാനുള്ള ഏറ്റവും വലിയ വിഷയം. അതുകൊണ്ട് തന്നെയാണ് അപർണ പറഞ്ഞതുപോലെ തന്നെ ഈ ഇന്ത്യ മുന്നണിയെ ആദ്യത്തെ വിഷയമായി തന്നെ തിരഞ്ഞെടുക്കുന്നത്. കാരണം ഇതുവരെ കഴിഞ്ഞ 9.5 വർഷം, അതായത് 10 വർഷത്തോടടുക്കുന്നു, ഈ 9.5 വർഷവും NDA സർക്കാരിന് അല്ലെങ്കിൽ നരേന്ദ്രമോദി സർക്കാരിന് പ്രതിപക്ഷത്ത് നിന്ന് ഒരു യോജിച്ച എതിർപ്പ് ഉണ്ടായിട്ടില്ല. ഈ നേരത്തെയൊക്കെ പ്രതിപക്ഷത്ത് 1ാം UPA സർക്കാരും 2ാം UPA സർക്കാരും ഒക്കെ സാധ്യം, പ്രത്യേകിച്ച് 1ാം UPA സർക്കാർ. 1ാം UPA സർക്കാർ സാധ്യമായത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ്. പിന്നീട് ഹർകിഷൻ സിംഗ് സുർജിത്ത് സോണിയയുടെ അടുത്ത് ചെല്ലുന്നു, പ്രധാനപ്പെട്ട പ്രാദേശിക പാർട്ടികളെല്ലാം കൂടെ കൂട്ടിയോജിപ്പിക്കാം എന്ന് പറയുന്നു. അങ്ങനെ അന്ന് 140 മാത്രം MP മാരുണ്ടായിരുന്ന ഒരു പാർട്ടിയെ ഇന്ത്യയുടെ ഭരണം 5 വർഷം സുഗമമായി കൊണ്ടുപോകുന്ന അവസ്ഥ വരുന്നത് പുറത്തു നിന്ന് ഇടതു പാർട്ടികൾ പിന്തുണയ്ക്കുകയും പിന്നീട് പിൻവലിക്കുകയും ഒക്കെ ചെയ്തതാണ്. 2ാം UPA സർക്കാരിന്റെ കാലത്തായാലും UP ആ കക്ഷികൾ മാത്രമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. ഇവരെല്ലാം തെരഞ്ഞെടുപ്പിന് ശേഷമാവട്ടെ ഞങ്ങളുടെ ഐക്യം എന്നുള്ളതായിരുന്നു. പിന്നീട് വന്ന 2 തെരഞ്ഞെടുപ്പുകളിലും പ്രതിപക്ഷ ഐക്യമൊക്കെ 3ാം മുന്നണി എന്നൊക്കെ പറഞ്ഞുണ്ടാകുമ്പോൾ എവിടെയെങ്കിലും സീറ്റ് ധാരണയോ അങ്ങനത്തെ ഒരു അതിനു മുമ്പ് തെരഞ്ഞെടുപ്പിന് ശേഷം നമുക്ക് തീരുമാനിക്കാം, കളം അറിഞ്ഞിട്ട് ഞങ്ങൾ ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണോ എന്ന് തീരുമാനിക്കാം എന്ന മട്ടിലൊക്കെയാണ് നിന്നത്. പക്ഷേ ഇത് ആദ്യമായിട്ടാണ് തെരഞ്ഞെടുപ്പിന് മുമ്പ്, കഴിഞ്ഞ ഒരു 3-4 തെരഞ്ഞെടുപ്പുകളെ പരിശോധിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു 6 തെരഞ്ഞെടുപ്പുകളെയും പരിശോധിച്ചു കഴിഞ്ഞാൽ, തെരഞ്ഞെടുപ്പിന് മുമ്പ് ഒരു മുന്നണി എന്നൊന്നും അതിനെ ഇപ്പോഴും വിളിക്കാൻ കഴിയില്ല, ഒരു കൂട്ടായ്മയെങ്കിലും രൂപപ്പെട്ടിട്ടുണ്ട്. ഇനി അതിന്റെ സീറ്റ് ഷെയറിംഗ് എത്രത്തോളം ആവും എന്നൊക്കെ ഉള്ളത് ഇനി കണ്ടറിയാനാണ്. പക്ഷേ BJPയെ സംബന്ധിച്ച് ഇതിനകത്ത് പേടിപ്പെടുത്തുന്ന അല്ലെങ്കിൽ BJPയെ ആശങ്കപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ഈ BJPക്ക് ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ആകെ ഇന്ത്യയിൽ ലഭിച്ച വോട്ട് എന്ന് പറയുന്നത് 37% വോട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ ഭൂരിപക്ഷം വോട്ടുകളും മനുഷ്യരും മറ്റേതെങ്കിലുമൊക്കെ പാർട്ടിയിൽ വോട്ട് ചെയ്യുന്നവരാണ്. അങ്ങനെ മറ്റു പാർട്ടികളിൽ വോട്ട് ചെയ്യുന്ന ആളുകളുടെ വോട്ടെല്ലാം ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ക്രോഡീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ മുന്നണിക്ക് അല്ലെങ്കിൽ BJPക്ക് അല്ലെങ്കിൽ NDAക്ക് ഭയപ്പെടേണ്ടതുണ്ട്. അത് എങ്ങനെ ബാധിക്കും, എങ്ങനെയൊക്കെയാണ് ഇതിനെ സാധ്യമാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ സ്വാഭാവികമായും വലിയ വെല്ലുവിളിയുണ്ട്. BJPയെ പോലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ഇപ്പോഴും ഇപ്പുറത്തില്ല എന്നുള്ള വലിയ തർക്കമുണ്ട്. അതോടൊപ്പം തന്നെ BJPക്ക് ഹിന്ദുത്വ അജണ്ട എന്ന് പറയുന്നത് അത്തരം ഒരു അജണ്ടയും അവർക്കൊരു പ്രത്യയശാസ്ത്രവും ഒക്കെ ഉണ്ട്. പക്ഷെ അതിന് ബദലായി എന്താണ് ഇവർ മറച്ചു വെക്കുന്നത്? അങ്ങനെ ഒരു കൃത്യമായ ഒരു രൂപമൊന്നും, അങ്ങനെ ഒരു കോമൺ മിനിമം പ്രോഗ്രാമോ അല്ലെങ്കിൽ ഒരു കോമൺ അജണ്ടയൊന്നും ഈ പ്രതിപക്ഷ പാർട്ടികൾ മുന്നോട്ട് വെച്ചിട്ടില്ല. അതൊക്കെ കൊണ്ട് പിന്നെ പ്രതിപക്ഷ പാർട്ടികളിനൊപ്പം തന്നെ പല പാർട്ടികളും ആരാവണം നേതാവ് എന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ മമത ഒരു നിർദ്ദേശം ഖർഗയുടെ പേര് വെക്കുന്നു. അതിൽ ഇപ്പോഴും നിതീഷ് കുമാറിന് വിയോജിപ്പുണ്ട്. നിതീഷ് കുമാർ ചില ഘട്ടത്തിലൊക്കെ അതുമായി വിയോജിക്കുകയും പരസ്യമായി വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ. അങ്ങനെ ആഭ്യന്തര സംഘർഷങ്ങൾ ഒരുപാടുണ്ടെങ്കിൽ പോലും ഇന്ത്യ മുന്നണി എന്ന ഇത്രയും 28 പാർട്ടികൾ ഏത് രീതിയിലാണ് സംസ്ഥാനങ്ങളിൽ ഈ സീറ്റ് ഷെയറിംഗ് നടക്കുക എന്നെ സംബന്ധിച്ച് കോൺഗ്രസിന്റെ മുകളിൽ നടത്തുന്ന വിലപേശലുകൾ, മറ്റു പാർട്ടികളുടെ അപ്രമാദ്യം, മറ്റു ചില സംസ്ഥാനങ്ങൾ, ഇത്തരം വിഷയങ്ങളെല്ലാം ഇന്ത്യ മുന്നണിയിൽ ശക്തമായി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അത് അപർണ, ഈ 545 സീറ്റുകളിൽ ഏകദേശം 440ഓളം സീറ്റുകളിലെങ്കിലും പൊതു സ്ഥാനാർത്ഥികൾ. കോൺഗ്രസ് BJP നേരിട്ട് മത്സരിക്കുന്ന സ്ഥലങ്ങളിലല്ല, അല്ലാത്ത സ്ഥലങ്ങളിൽ പൊതു സ്ഥാനാർത്ഥികൾ എന്നുള്ളതാണ് ഇവരുടെ ഒരു പൊതുധാരണ. ആ തരത്തിലേക്ക് മുന്നോട്ട് പോകണം. കഴിഞ്ഞ ഓണത്തെ കണക്കനുസരിച്ച് നോക്കിയാൽ 186 സീറ്റുകളിലാണ് കോൺഗ്രസും BJP നേരിട്ട് മത്സരിച്ചത്. അതിൽ 170 സീറ്റും ലഭിച്ചത് BJPക്കാണ്. 16 സീറ്റിൽ മാത്രമേ കോൺഗ്രസിന് കഴിഞ്ഞ തവണ MP അമ്പെ പരാജയപ്പെട്ടു പോകുന്നൊരവസ്ഥയായിരുന്നു. ഇത്തവണ പല സ്ഥലങ്ങളിലും ഇങ്ങനെ അവിടെയെല്ലാം കോൺഗ്രസ് പരാജയപ്പെടാൻ ഒരു കാരണമായി കോൺഗ്രസ്സുകാർ കാണുന്നത് ഈ 3ാം മുന്നണിയിലെ പല കക്ഷികളും അവിടെയൊക്കെ നിൽക്കുകയും അവിടെ നിന്നൊക്കെ വോട്ട് പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. സമാനമായ രീതിയിലേക്ക് മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികൾ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഇങ്ങനത്തെ ഒരു വിഷയം വരുന്നില്ല. കേരളത്തിൽ BJPയുമായിട്ടല്ല മുഖ്യമന്ത്രി, BJPയുമായി മുഖ്യ പ്രതിപക്ഷത്തോ ഭരണപക്ഷത്തോ BJP വരാൻ സാധ്യതയുള്ള സംസ്ഥാനങ്ങളിൽ യോജിച്ചെന്ന് മത്സരിക്കുക. പക്ഷേ സീറ്റ് ഷെയറിംഗ് ആണ്. ഇവരെല്ലാവരും വ്യക്തിപരമായ താല്പര്യങ്ങൾ പലതുള്ളവരാണ്. അതൊക്കെ എത്രത്തോളം സാധ്യമാകും എന്നുള്ളത് ഇനിയും കണ്ടറിയേണ്ട വിഷയം തന്നെയാണ്. പക്ഷേ 2023 ഏറ്റവും വലിയ രാഷ്ട്രീയ നീക്കം, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നീക്കം എന്താണെന്ന് ചോദിച്ചാൽ അത് സംശയമില്ലാതെ പറയാൻ കഴിയും, അത് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണം തന്നെയാണ്.
തീർച്ചയായിട്ടും കിരൺ പറഞ്ഞതുപോലെ BJP-യെ അത് അല്പം ചകിതരാക്കിയ ഒരു നീക്കം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഖമണ്ഡിയ സഖ്യം അഹങ്കാരികളുടെ ഒരു മുന്നണിയാണ്, ഒരു കൂട്ടായ്മയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വിളിച്ചു തുടങ്ങിയ BJP നേതാക്കൾ, നരേന്ദ്രമോദി, അമിത്ഷാ മുതലായ നേതാക്കളെല്ലാം ആ രീതിയിലുള്ള പരിഹാസങ്ങൾ ഉന്നയിച്ചപ്പോൾ അതോടൊപ്പം തന്നെ എടുത്തു പറഞ്ഞത് ഈ പേരുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മാത്രമല്ല ഇന്ത്യൻ മുജാഹിദ്ദീനിലുമുണ്ട് ഈ ഇന്ത്യ എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉന്നയിക്കും, അത് വലിയ വിവാദങ്ങളിലേക്ക് എത്തുകയും ഒക്കെ ചെയ്തു. അപ്പോൾ പോലും മണിപ്പൂർ കലാപവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരിനെതിരെ പാർലമെന്റിൽ അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിഞ്ഞത് ആദ്യ നീക്കമായി ഇന്ത്യ മുന്നണി കണക്കാക്കുന്നു. പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ സംസാരിക്കാൻ നിർബന്ധിതനായതും മുന്നണിയുടെ വലിയ നേട്ടമായിട്ട് ഉയർത്തിക്കാട്ടുകയും ചെയ്തു. നേരത്തെ പറഞ്ഞതുപോലെ BJP-യെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു രീതിയിൽ പല അഭിപ്രായങ്ങളുള്ളവരാണ്. സീറ്റ് മോഹികളുടെ ഒരു വലിയ കൂട്ടമുണ്ട്, സ്വാഭാവികമായിട്ടുള്ള രാഷ്ട്രീയത്തെ കാണുന്ന ആ ഒരു ചിത്രമുണ്ട്. ഇതെല്ലാം കൂടി വരുമ്പോൾ ഈ സഖ്യമായി തന്നെ നിലനിൽക്കുമോ എന്നുള്ളൊരു ചോദ്യമൊക്കെ ഒരു വശത്തുണ്ടെങ്കിൽ പോലും അതങ്ങനെയാണെങ്കിൽ BJP-യെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ വെല്ലുവിളിയാകും എന്ന് BJP-യെ ഭയക്കുകയും ചെയ്യുന്നുണ്ട്. അപർണ, അത് സ്വാഭാവികമാണ്. കണക്കിലെ പരിശോധിച്ചുള്ള കണക്കൊരിക്കലും യാഥാർത്ഥ്യമാവണം എന്നൊന്നുമില്ല. രാഷ്ട്രീയത്തിൽ ഒരിക്കലും ഒന്നും രണ്ടല്ല എന്നുള്ളത് യാഥാർത്ഥ്യമുണ്ട്. പക്ഷെ കണക്ക് പരിശോധിച്ച് നോക്കിയാൽ ഈ പാർട്ടികളെല്ലാം കൂടി യോജിച്ച് നിന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഇന്ത്യ സഖ്യത്തിൽ നിൽക്കുന്ന എല്ലാ പാർട്ടികളും യോജിച്ച് നിൽക്കുന്നു. ഇപ്പോൾ ഒറീസയെ സംബന്ധിച്ച് സംസ്ഥാനത്തിൽ അവിടെ BJD ആണ് വരുന്നത്. അതോടൊപ്പം തന്നെ YSR കോൺഗ്രസ് ആന്ധ്രാപ്രദേശിൽ ഒരു പ്രധാനപ്പെട്ട ശക്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ചില പാർട്ടികളൊക്കെ അവരുടെ സ്ഥലത്ത് നീ ഏത് മുന്നണിയിലും പെടാതെ നിൽക്കുന്ന, ഇപ്പോഴും തെലങ്കാനയിൽ പരാജയപ്പെട്ടെങ്കിലും BRS-ന് അവിടെ ഇപ്പോഴും സ്ഥാനവും അല്ലെങ്കിൽ അവർക്ക് വോട്ടിംഗ് ഷെയറൊക്കെ ഇപ്പോഴുമുണ്ട്. അവരൊക്കെ നേടുന്ന വോട്ടുകളിൽ എങ്ങോട്ടും മാറാം. ഇതെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ BJP-ക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ കഴിയുന്ന ഒരു ഭൂരിപക്ഷത്തിന്റെ കണക്ക് നിലവിലില്ല. പക്ഷേ ഇത് എത്രത്തോളം സാധ്യമാകുമെന്നത് ഏറ്റവും പ്രധാനമാണ്. അപർണ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എങ്ങനെയാണ് ഈ സഖ്യകൾക്ക് ഇവർക്കെല്ലാം തമ്മിൽ എങ്ങനെയാണ് സീറ്റ് വിഭജനം? ഇപ്പോൾ നമ്മൾ കണ്ടു, മധ്യപ്രദേശിലായാലും രാജസ്ഥാനിലായാലും ഛത്തീസ്ഗഡിലും ഒക്കെ തെരഞ്ഞെടുപ്പ് നടന്ന ഘട്ടത്തിൽ നിന്നും കോൺഗ്രസ് അവിടെ ചെറിയ വിട്ടുവീഴ്ചകൾക്ക് പോലും തയ്യാറായില്ല. കോൺഗ്രസിന് വേണമെങ്കിൽ അവരുടെ വിട്ടുവീഴ്ച ചെയ്താലും വോട്ടിന്റെ കണക്ക് വെച്ച് നോക്കിയാൽ ജയിക്കാനൊന്നും കഴിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഗ്രസിനെ കുറ്റപ്പെടുത്തുന്നത് പോലെ പരാജയത്തിന്റെ ഉത്തരവാദിത്തം ഏൽക്കാൻ കുറച്ച് ഇന്ത്യ മുന്നണിയെങ്കിലും ഉണ്ടാകുമായിരുന്നു. അതുപോലും കോൺഗ്രസ് ഇല്ലാതായി പോയത്. കോൺഗ്രസ് ഇവിടെയെല്ലാം നോക്കിയത് ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ജയിക്കാൻ ശേഷിയുണ്ട് ഇവിടെ, അതുകൊണ്ട് ഞങ്ങൾ ആരെയും നോക്കേണ്ടതില്ല. ആ ഒരു അജണ്ട സ്വീകരിച്ചത് വഴി സ്വാഭാവികമായും ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോൾ ഈ പ്രാദേശിക പാർട്ടികളെല്ലാം ഇതിന് തിരികെ കൃത്യമായി തന്നെ തിരിച്ചു പകരം ചോദിക്കുക. അത് കോൺഗ്രസിന് എത്രത്തോളം വകവെച്ചു കൊടുക്കാൻ കഴിയും, അംഗീകരിക്കാൻ കഴിയും, ഇതെല്ലാം വലിയ ചോദ്യം തന്നെയാണ്. അപ്പോഴും കോൺഗ്രസിന് പല സംസ്ഥാനങ്ങളിലും പ്രാദേശിക പാർട്ടികൾക്ക് കൂടുതൽ ബാർഗൈനിങ് പവർ കിട്ടിയ ഒരു സാഹചര്യം കൂടെ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ട്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വിട്ടുവീഴ്ചയല്ലാതെ സഖ്യവുമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ സീറ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിനകത്ത് വിട്ടുവീഴ്ചയല്ലാതെ മറ്റു മാർഗമില്ല എന്ന രീതിയിലുള്ള സംസ്ഥാനങ്ങളുമുണ്ട്, ഇല്ലേ? അത് ഏറ്റവും പ്രധാനമാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ രാജസ്ഥാനിലായാലും മധ്യപ്രദേശിലായാലും ഛത്തീസ്ഗഡിലായാലും കണ്ടത് കോൺഗ്രസ് വേഴ്സസ് BJP എന്നുള്ളൊരു മത്സരമായിരുന്നു. അങ്ങനെ പറയാൻ കഴിയുന്ന സംസ്ഥാനങ്ങൾ വളരെ കുറഞ്ഞ സംസ്ഥാനങ്ങൾ മാത്രമേ. ഗുജറാത്തിലെ മാത്രമേ അങ്ങനെയൊക്കെ പറയാൻ കഴിയുള്ളൂ. മറ്റ് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊന്നും അങ്ങനെ ഗുജറാത്തിൽ പോലും ഇപ്പോൾ പറയാൻ കഴിയില്ല. ആം ആദ്മി പാർട്ടിയൊക്കെ അവിടെ ശക്തമായ രീതിയിലേക്ക് രംഗത്ത് വരുന്നുണ്ട്. അപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളൊക്കെയും നേരിട്ട് BJP-യും കോൺഗ്രസും മത്സരത്തിൽ വരാത്ത പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിലൊക്കെയും ഈ പാർട്ടികളെല്ലാം കൂടി യോജിക്കുക. അവർ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഒറ്റ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുക. ഈ 440 എന്നൊക്കെ പറഞ്ഞാൽ 440 ഒന്നും കഴിഞ്ഞില്ലെങ്കിലും 350 സീറ്റുകളിലേക്കെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ നിർത്താൻ കഴിഞ്ഞാൽ അതിൽ കുറേയേറെ സീറ്റുകളെങ്കിലും സ്വാഭാവികമായും ഈ ഇന്ത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിയും. അതാണ് ഈ BJP-യെ സംബന്ധിച്ച് ആശങ്കപ്പെടുന്ന ഘടകം. പക്ഷേ BJP അതിൻ്റെ സ്വസിദ്ധമായ ശൈലി കൊണ്ട് തന്നെ ചിലപ്പോൾ ഈ മുന്നണിയിൽ നിൽക്കുന്ന ഈ പാർട്ടികളിലൊക്കെ ആരൊക്കെ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ തന്നെ കാണും എന്നുള്ളതിനടക്കം ചോദ്യങ്ങൾ അപ്പോഴും അവശേഷിക്കും. തീർച്ചയായിട്ടും ആ ഒരു പാർട്ടികളുടെ സീറ്റ് വിഭജനം അടക്കമുള്ള വിഷയങ്ങളിൽ തീരുമാനമായിട്ടില്ല ഇന്ത്യ മുന്നണി എന്നുള്ളത് പ്രധാനമാണ്. നമുക്ക് ഇനി അതിന്റെ